ചർച്ചകൾ തിരുത്തി മുന്നോട്ട് പോകാൻ CPM സംസ്ഥാന സമിതിയിൽ തീരുമാനമായിരിക്കുന്നു. തളിപ്പറമ്പിൽ സ്ഥാനാർത്ഥി നിർണയത്തിലുണ്ടായ പാളിച്ച, വെള്ളാപ്പള്ളിയെ തള്ളിപ്പറയാത്ത നിലപാട്, ഇതൊക്കെ സംസ്ഥാന സമിതിയിൽ ചർച്ചയായി, വിമർശന വിധേയമായി. അതേസമയം തിരുത്തൽ പ്രക്രിയയുടെ ഭാഗമായി പ്രത്യേക പ്ലീനം വിളിച്ചു ചേർക്കില്ല. പകരം ഓഗസ്റ്റിൽ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ വരെ ഉൾപ്പെടുന്ന വിപുലമായ സംസ്ഥാന സമിതി ചേർന്ന് തെറ്റുതിരുത്തൽ നടപടികൾ എങ്ങനെ പ്രായോഗികമാക്കുമെന്ന് ചർച്ച ചെയ്യും. സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ഇന്ന് മാധ്യമങ്ങളെ കണ്ട് കാര്യങ്ങൾ വിശദമാക്കിയേക്കും. TV പ്രസാദ് ചേരുന്നുണ്ട്. പ്രസാദ്, തോൽവിയിലെ ഒരു കാരണം അത് പഠിക്കുകയും വിലയിരുത്തുകയും ചെയ്യുന്ന സമയം തന്നെയാണ് ഇപ്പോഴും. ഏറ്റവും താഴെത്തട്ടിൽ മുതൽ എല്ലാവർക്കും തുറന്നു വിമർശിക്കാൻ കഴിയുമെന്നാണ് ഏറ്റവും ആദ്യഘട്ടത്തിൽ തന്നെ പറഞ്ഞിരുന്നത്. പക്ഷേ ഇപ്പോൾ പ്ലീനമൊന്നുമില്ലെങ്കിലും ഈ ജില്ലാ തലങ്ങളിലുള്ള ആളുകളെയൊക്കെ കേൾക്കുമല്ലോ അല്ലേ? പ്രത്യേകിച്ച് വെള്ളാപ്പള്ളി വിഷയത്തിലൊക്കെ ഒരു തുറന്ന വിമർശനം വേണമെന്നുള്ള കാര്യങ്ങളൊക്കെ ഇപ്പോഴും നിർദ്ദേശങ്ങളായി നിലനിൽക്കുന്നതാണ്. എങ്ങനെയായിരിക്കും ഇന്നിപ്പോൾ സംസ്ഥാന സെക്രട്ടറി മാധ്യമങ്ങളെ കണ്ട് എന്താണ് വിലയിരുത്തൽ എന്നുള്ളത് പറയുമോ? റോഷ്നി ഷിഹാസ് അത് പറയും എന്നാണ് കണക്ക് കൂട്ടുന്നത്. ഇതിലുള്ളൊരു പ്രശ്നം, എല്ലാ പാർട്ടി അംഗങ്ങളെയും കേട്ടതിന് ശേഷം റിവ്യൂ റിപ്പോർട്ട് തയ്യാറാക്കിയാൽ മതി എന്നായിരുന്നു നേരത്തെ സംസ്ഥാന കമ്മിറ്റി തീരുമാനമെടുത്തിരുന്നതെങ്കിൽ ഇത്തവണ ഈ സംസ്ഥാന സെക്രട്ടേറിയറ്റും സംസ്ഥാന കമ്മിറ്റിയും ചേരുന്ന സമയത്ത് ലോക്കൽ കമ്മിറ്റി യോഗങ്ങൾ വരെ മാത്രമാണ് പൂർണ്ണമായത്. അതും ചിലയിടങ്ങളിൽ പൂർണ്ണമായില്ല എന്നുള്ളതാണ്. ബ്രാഞ്ച് തലങ്ങളിൽ നിന്നാണ് ഏറ്റവും ശക്തമായ വിമർശനം നേതൃത്വത്തിനെതിരെ വരാനുള്ള സാധ്യത. കാരണം ബ്രാഞ്ചിൽ ഉള്ളവരാണ് നേരിട്ട് വീടുകളിലേക്ക് പോകുന്നവരും വോട്ടർമാരെ നേരിട്ട് കാണുന്നവരിലും കൂടുതൽ അത് ബ്രാഞ്ചിലുള്ള അംഗങ്ങളാണ്. പക്ഷേ ബ്രാഞ്ച് യോഗങ്ങൾ പൂർണ്ണമായി ചേരാതെയാണ് സംസ്ഥാന സെക്രട്ടേറിയറ്റും സംസ്ഥാന കമ്മിറ്റിയും ചേർന്ന് തെരഞ്ഞെടുപ്പ് റിവ്യൂ നടത്തിയിരിക്കുന്നത് എന്ന കൗതുകം കൂടിയുണ്ട്. പാർട്ടി സംസ്ഥാന നേതൃത്വത്തിന് തെറ്റുപറ്റി എന്നാണ് പാർട്ടി സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ യോഗത്തിൽ പറഞ്ഞത്. പക്ഷേ ആ തെറ്റ് ഏതെങ്കിലും വ്യക്തി കേന്ദ്രീകൃതമല്ല എന്നും പറയുന്നു. കാരണം നമുക്കറിയാവുന്നതുപോലെ വ്യാപകമായ ചർച്ച സംസ്ഥാന കമ്മിറ്റി മുതൽ താഴേക്ക് ജില്ലാ കമ്മിറ്റി, ഏരിയ കമ്മിറ്റി, ലോക്കൽ കമ്മിറ്റി വരെയെല്ലാം MV ഗോവിന്ദന്റെയും പിണറായി വിജയന്റെയും പേര് പരാമർശിച്ചുകൊണ്ടാണ് ഉണ്ടായത് എന്ന് നമ്മളെല്ലാവരും അറിഞ്ഞതാണ്. പക്ഷേ അങ്ങനെ ഒരു വ്യക്തി കേന്ദ്രീകൃതമായ പിശകുണ്ടായില്ല എന്ന നിലയിലാണ് MV ഗോവിന്ദൻ കാര്യങ്ങൾ വിശദീകരിച്ചത്. ഇനിയിപ്പോൾ ഇവിടുന്ന് അങ്ങോട്ടേക്ക് നാളെ മുതൽ ജില്ലാ സെക്രട്ടേറിയറ്റ്, ജില്ലാ കമ്മിറ്റി യോഗങ്ങൾ ചേരും. ഏരിയ തലങ്ങളിലെ ഏരിയ കമ്മിറ്റി അംഗങ്ങളെ വിളിച്ചു ചേർത്തുകൊണ്ട് മേഖല യോഗങ്ങൾ ചേർന്ന് കാര്യങ്ങൾ വിശദീകരിക്കും. പിന്നീട് പാർട്ടി അംഗങ്ങളെ വിളിച്ചു ചേർക്കുന്ന ജനറൽ ബോഡി യോഗങ്ങൾ ഉണ്ടാകും. അങ്ങനെ പാർട്ടി കമ്മിറ്റികളെ, പാർട്ടി കമ്മിറ്റിയിലുള്ള അംഗങ്ങളെ ഈ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തും. തെരഞ്ഞെടുപ്പ് റിവ്യൂ എന്താണ് എന്നുള്ളത്. മറ്റൊരു കാര്യം നേരത്തെ റോഷ്നി പറഞ്ഞതാണ്, ഒരു പ്രത്യേക പ്ലീനം വിളിച്ചു ചേർക്കണം എന്ന ആവശ്യം നേരത്തെ തന്നെ ഉയർന്നിരുന്നു. കാരണം സമാനതകളില്ലാത്ത തോൽവിയാണ് ഉണ്ടായത്. പക്ഷെ പ്ലീനം വിളിച്ചു ചേർക്കില്ല. പകരം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങളോ കൂടി പങ്കെടുപ്പിച്ചുകൊണ്ട് ജൂലൈ മാസം ഒരു വിപുലമായ സംസ്ഥാന കമ്മിറ്റി വിളിച്ചു ചേർത്ത് അതിൽ കാര്യങ്ങൾ ചർച്ച ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. എന്തായാലും തെറ്റ് തിരുത്താനുള്ള നീക്കങ്ങളുമായി CPIM മുന്നോട്ട് പോകുന്നു. ഇന്ന് വൈകിട്ട് 4 മണിക്ക് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ വാർത്താ സമ്മേളനമുണ്ട്. അതിൽ MV ഗോവിന്ദൻ എന്തൊക്കെ കാര്യങ്ങൾ പുറത്തു പറയാൻ കഴിയും എന്ന രീതിയിൽ അതാണ് എല്ലാവരും ഉറ്റുനോക്കുകയും ചെയ്യുന്നത്. എന്തൊക്കെ കാര്യങ്ങളാണ് പുറത്തു പറയുക എന്നുള്ളത്. പക്ഷേ വെള്ളാപ്പള്ളി നടേശനെ തള്ളിപ്പറയാത്തത് വർഗീയതയ്ക്കൊപ്പം നിൽക്കുന്ന പാർട്ടിയാണ് CPIM എന്ന രീതിയിൽ വരെ ചർച്ചകൾ ഉയർന്നത് സഹിക്കാൻ പറ്റുന്നതല്ല CPIM നേതൃത്വത്തിന് എന്നതാണ് റോഷ്നി ഷിഹാസ്. TV പ്രസാദ് പറഞ്ഞതുപോലെ എന്തൊക്കെ CPIM തിരുത്തുമെന്നുള്ളതാണ് നമ്മൾ ഉറ്റുനോക്കുന്നത്. സംസ്ഥാന സെക്രട്ടറി ഇന്ന് മാധ്യമങ്ങളെ കാണുകയും